ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. യതീഷ് ചന്ദ്രയ്ക്ക് ശേഷം കേരളത്തിലെ BJP നേതാക്കന്മാരെ നിലക്ക് നിർത്താൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ടിക്കാറാം മീണ എത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ സ്വദേശിയായ ടിക്കാറാം മീണ സത്യസന്ധനായിട്ടുള്ള കരുത്തനായ ഒരു ഓഫീസറും കൂടിയാണ്. തന്റെ ജീവിതത്തിലെ പ്രയാസമേറിയ പല ഘട്ടങ്ങളിലൂടെ കടന്നുവന്ന് തന്റെ ഗ്രാമമായ സവായ് മധേപൂരിനെ വാനോളം ഉയർത്തിയ ടിക്കാറാം തന്റെ ജീവിതത്തിലൂടെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തത് വലിയ സന്ദേശമാണ്. കൃഷിക്കാരനായ അച്ഛന്റെ മകൻ കന്നുകാലികളെ വളർത്തിയും അതിലൂടെ ഉപജീവനം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിദ്യാസമ്പന്നരല്ലാത്ത ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ടിക്കാറാം തയ്യാറായി. ഒടുവിൽ സ്വന്തമായ കഴിവിലൂടെ പഠിച്ചു മിടുക്കാനാവുകയും മലപ്പുറം ജില്ലയിൽ സബ് കളക്ടറായി ജോലി ചെയ്യുകയും ചെയ്തു. 15 വർഷത്തിലധികം പല മേഖലകളിലായി ഉദ്യോഗം ചെയ്ത ടിക്കാറാമിന് മലയാളം നന്നായി സംസാരിക്കാൻ അറിയാം. ശബരിമല വിഷയത്തെ ആയുധമാക്കി മുന്നോട്ട് പോകാൻ ഒരുങ്ങിയ BJPക്ക് ആദ്യഘട്ട താക്കീത് തന്നെയാണ് ടിക്കാറാം നൽകിയത്. ശബരിമല വിഷയത്തിലേക്ക് മതം കൊണ്ടുവന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ കടുത്ത രീതിയിലായിരിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് BJP നേതാക്കൾക്കിടയിൽ വലിയ പ്രശ്നത്തിന് ഇടയാക്കുകയും ചെയ്തു. അതിനാൽ തന്നെ BJP നേതൃത്വം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. ടിക്കാറാമിനെ മാറ്റണമെന്നും BJP നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ പ്രശ്നം നിലനിൽക്കവെയാണ് ടിക്കാറാം വിളിച്ചു ചേർത്ത രാഷ്ട്രീയ നേതാക്കളുടെ യോഗത്തിൽ BJP നേതാക്കൾ ബഹളം വെച്ചത്. നേതാക്കളുടെ ചെയ്തി കണ്ടപ്പോൾ ടിക്കാറാമിന്റെ മാസ് ഡയലോഗ് കടന്നു വന്നു. ഐ ആം യുവർ ബോസ്, ഇത് എന്റെ ഓഫീസാണ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. BJP നേതാക്കളെ വിരട്ടിയ മറുപടിയായിരുന്നു ഇത്. ഉടൻ തന്നെ നേതാക്കൾ വിഷയത്തിൽ നിന്ന് മാറുകയും ചെയ്തു. യതീഷ് ചന്ദ്രയായിരുന്നു BJPയിലെ കണ്ണിലെ കരടെങ്കിൽ ഇപ്പോൾ ടിക്കാറാം മീണയാണ്. ടിക്കാറാം മീണയും BJP നേതാക്കളും തമ്മിലുള്ള യുദ്ധം കേരളം കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.